ആഗോള ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസമാണ് ജൂലൈ 10. ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ അഭിമാനമായി നിലകൊണ്ട ലോകത്തിലെ ഏറ്റവും പുരാതന ക്രൈസ്തവ ദേവാലയമായിരുന്ന തുർക്കി ഇസ്താംബൂളിലെ ഹാഗിയ സോഫിയ എന്ന സെയിന്റ് സോഫിയ കത്തീഡ്രൽ നിരവധി ഇസ്ലാമിക അധിനിവേശങ്ങൾക്കൊടുവിൽ ഇപ്പോഴത്തെ തുർക്കി പ്രസിഡന്റ് തയ്യിപ് എർദോഗന്റെ നേതൃത്വത്തിൽ മോസ്കാക്കി മാറ്റിയ കടുത്ത ഇസ്ലാമിക അധിനിവേശത്തിന് 4 വർഷം പൂർത്തിയാകുകയാണ്. AD 532 537 ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ജസ്റ്റീനിയനാണ് ആഗോള ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനമായ രീതിയിൽ സെയിന്റ് സോഫിയ കത്തീഡ്രൽ എന്ന ഈ ക്രൈസ്തവ ദേവാലയം പുതുക്കി നിർമ്മിച്ചത്. ഇത് ആ സ്ഥാനത്ത് നിർമ്മിക്കപ്പെടുന്ന 3ാമത്തെ ആരാധനാലയവും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കത്തീഡ്രലുമായിരുന്നു. പിന്നീട് ബലാത്കാരത്തിലൂടെ മോസ്കും അതിനുശേഷം മ്യൂസിയവുമാക്കി മാറ്റി ക്രൈസ്തവരുടെ അവകാശങ്ങളെയും വികാരത്തെയും വ്രണപ്പെടുത്തിയതിനൊടുവിൽ 2020 ജൂലൈ 10 കടുത്ത ഇസ്ലാമിക മതതീവ്രവാദ നിലപാടുള്ള തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ നേതൃത്വത്തിലുള്ള തുർക്കിയിലെ ശരിയത്ത് കോടതി ഈ ക്രൈസ്തവ ദേവാലയത്തെ വീണ്ടും മുസ്ലിം പള്ളിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിമുകൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തത്. സോഫിയ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ജ്ഞാനം എന്നാണ്. അതായത് ദൈവത്തിന് ഏറ്റവും വിശുദ്ധമായ ദേവാലയമായിരുന്നു ഹാഗിയ സോഫിയ. റോമിലെ പന്തിയോണിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ താഴികക്കുടമാണ് ഹാഗിയ സോഫിയയ്ക്ക് ഉള്ളത്. 1931 പുറത്തിറങ്ങിയ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ പോലും ഈ കെട്ടിടം ഇടം പിടിച്ചിരുന്നു. പ്രാചീന ലത്തീൻ വാസ്തുകലാശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടം അക്കാലത്തെ മികച്ച ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഒന്നായിരുന്നു. AD 440 കലാപരമ്പരകളിൽ ആദ്യ പള്ളിയുടെ സിംഹഭാഗവും കത്തി നശിച്ചതിനു ശേഷം തിയഡോഷ്യസ് രണ്ടാമന്റെ നേതൃത്വത്തിൽ വീണ്ടും പണിതു. എന്നാൽ അതും AD 532 ജനുവരിയോടെ അധിനിവേശ ശക്തികൾ തകർത്തുകളഞ്ഞു. പിന്നീടാണ് ജസ്റ്റീനിയൻ ദേവാലയത്തെ പുതുക്കിപ്പണിതത്. അതായിരുന്നു ഏറ്റവും ശ്രദ്ധയാകർഷിച്ച നിർമ്മിതി. ഗ്രീസിൽ നിന്നും ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്ത വിവിധ വർണ്ണങ്ങളിലുള്ള മാർബിൾ പാളികൾ ഉപയോഗിച്ചായിരുന്നു ഹാഗിയ സോഫിയയുടെ നിർമ്മാണം. 537 ഡിസംബർ 27 നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. 1000 വർഷത്തോളം ഇത് ലോകത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയായി ആഗോള ക്രൈസ്തവരുടെ അഭിമാനമായി പ്രശോഭിച്ച ഈ ദേവാലയമാണ് ഒട്ടോമൻ അധിനിവേശത്തെയും ആധിപത്യത്തെയും തുടർന്ന് 1453 മുസ്ലിം പള്ളിയാക്കി മാറ്റിയത്. സുൽത്താൻ മുഹമ്മദ് അൽ-ഫാത്തിഹ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ ക്രിസ്ത്യാനികളിൽ നിന്ന് വില കൊടുത്തു വാങ്ങി മസ്ജിദാക്കി വഖഫ് ചെയ്ത കെട്ടിടമാണ് ഹാഗിയ സോഫിയ എന്ന പച്ചക്കള്ളമാണ് ഇതേക്കുറിച്ച് തുർക്കികൾ പറയുന്നത്. നിരവധി അധിനിവേശങ്ങൾക്കും ക്രൈസ്തവ ആരാധനകൾക്കുമൊടുവിൽ 1453 മുതൽ മസ്ജിദായി നിലകൊണ്ട ഈ ബൈസന്റൈൻ നിർമ്മിതി 1935 കമാൽ അത്താതുർക്കിന്റെ ഭരണകാലമായപ്പോഴേക്കും ഒരു പ്രീ മോസ്ക് അഥവാ മ്യൂസിയമാക്കി മാറ്റപ്പെട്ടു എന്നതാണ് സത്യം. 85 വർഷങ്ങൾക്ക് ശേഷം തുർക്കിയിലെ ശരിയത്ത് കോടതി മ്യൂസിയം എന്ന പദവി റദ്ദാക്കുകയും 2020 ജൂലൈ 10 പ്രസിഡന്റ് തയ്യിപ് എർദോഗൻ ഹാഗിയ സോഫിയയെ മുസ്ലിം ആരാധനാലയമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രദേശവാസികൾക്കും വിദേശികൾക്കും മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഹാഗിയ സോഫിയയിൽ പ്രവേശനമുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചു. ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ നെഞ്ചിലേക്ക് ഇടിത്തീയായി ഈ പ്രഖ്യാപനം വന്നു പതിച്ചപ്പോൾ ലോകമെങ്ങുമുള്ള ഇസ്ലാമിസ്റ്റുകൾ ആഹ്ലാദിച്ച് അട്ടഹസിക്കുകയായിരുന്നു. നാഴികയ്ക്ക് 40 വട്ടവും മതേതര സിദ്ധാന്തങ്ങൾ തള്ളുന്ന കേരളത്തിലെ വലിയ മതേതരന്മാർ വരെ ലേഖനമെഴുതിയാണ് ഈ ഇസ്ലാമിക അധിനിവേശത്തെ ആഘോഷിച്ചത്. ഹാഗിയ സോഫിയ വരാൻ പോകുന്ന കടുത്ത ഇസ്ലാമിക അധിനിവേശത്തിന്റെ സൂചനയായിരുന്നുവെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തുർക്കിയിൽ ഇപ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങൾ ബലാത്കാരമായി മോസ്കാക്കി മാറ്റുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതേ തുർക്കികളുടെയും അസർബൈജാൻ മുസ്ലിമുകളുടെയും അധിനിവേശം തുടരുന്ന അർമേനിയയിലും നാഗർനോ കരാബാക്കിലും ഇതേ മാതൃകയിൽ ക്രിസ്ത്യൻ പള്ളികൾ കയ്യേറി മോസ്കുകൾ ഉണ്ടാക്കുന്നത് തുടരുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ശക്തമായി വിന്യസിക്കുന്ന ലണ്ടനിൽ മാത്രം 500 ചർച്ചുകളാണ് മോസ്കാക്കി മാറ്റാൻ പോകുന്നത് എന്നാണ് വാർത്തകൾ. ചില വർഷങ്ങൾക്ക് മുൻപ് ന്യൂസിലൻഡിൽ ക്രിസ്ത്യൻ പള്ളികൾ മോസ്കാക്കി മാറ്റാൻ വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ നടത്തിയത് ശക്തമായ പ്രകടനങ്ങളായിരുന്നു എന്നതും മറക്കാൻ കഴിയുന്നതല്ല.